തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ എൻഡിഎ സ്ഥാനാർത്ഥി. അമിത് ഷായാണ് തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. തൃശൂരിൽ മത്സരിക്കുന്നതിനായി തുഷാർ പ്രചാരണം തുടങ്ങിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഒടുവിൽ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. അമിത് ഷാ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, വയനാട്ടിലെ എൻഡിഎ സ്ഥാനാർത്ഥിയായി BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയെ നിശ്ചയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അമിത്ഷാ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. BJP വയനാട്ടിൽ യുവനേതാവ് NDAയുടെ ഘടകകക്ഷി BDJSന്റെ യുവനേതാവ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിലൂടെ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകുമെന്നാണ് അമിത്ഷായുടെ ട്വീറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തൃശൂരിലായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത്. പ്രചരണവും തുടങ്ങിയിരുന്നു. പിന്നീടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് കോൺഗ്രസിന്റെ പ്രഖ്യാപനമുണ്ടായത്. ഇതേ തുടർന്നാണ് തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് എത്തണമെന്നൊരു ആവശ്യം ഉയർന്നത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം, അതല്ലെങ്കിൽ BDJS നേരത്തെ പ്രഖ്യാപിച്ച പൈലി തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ വയനാട് സീറ്റ് തങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുമെന്ന് BJP നേരത്തെ BDJSനെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തരമായി തുഷാർ വെള്ളാപ്പള്ളി തന്നെ വയനാട്ടിലേക്ക് എത്താനുള്ള തീരുമാനമുണ്ടായത്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനമാണ് ഇപ്പോൾ അമിത്ഷാ നടത്തിയിരിക്കുന്നത്. ഇതിനിടെ തൃശൂർ സീറ്റ് BDJS നിന്നും എടുക്കുമെന്ന് അല്ലെങ്കിൽ BJPക്ക് വിട്ടു നൽകുമെന്ന് ഒരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. തൃശൂരിൽ നിന്നും സൂര്യ വിശ്വനാഥൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷഹീദ്, തുടരണം. തൃശൂർ സീറ്റ് BJP ഏറ്റെടുത്തേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സുവി, ഏത് രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്? തൃശൂർ സീറ്റ് BJP തന്നെ ഏറ്റെടുക്കാനല്ലേ സാധ്യത? തീർച്ചയായും അശ്വതി, തൃശൂരിലെ സീറ്റ് BJP തന്നെ ഏറ്റെടുത്തേക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ തരത്തിലാണ് ധാരണ പോയിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധിക്കെതിരെ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തൃശൂരിലെ സീറ്റ്, അതായത് BJP A+ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്ന തൃശൂരിലെ സീറ്റ് BJP തന്നെ ഏറ്റെടുക്കും. ഈ തുഷാർ മാറുന്ന ഇടത്തേക്ക് BJPയുടെ ഏത് സ്ഥാനാർത്ഥി വരണം, ആര് സ്ഥാനാർത്ഥിയായി വരണം എന്നത് സംബന്ധിച്ചും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ മുതൽ തന്നെ ഇവിടെ പറഞ്ഞിരുന്ന ഒരു പേര് K. സുരേന്ദ്രന്റേതായിരുന്നു. എന്നാൽ ഇപ്പോൾ K. സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചരണവും ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ MP രമേശ്, B. ഗോപാലകൃഷ്ണൻ, സുരേഷ് ഗോപി, ഒപ്പം തന്നെ ടോം വടക്കൻ, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ ടോം വടക്കന്റെ ഉൾപ്പെടെയുള്ള പേരുകളാണ് ഇപ്പോൾ സാധ്യതാ പട്ടികയിലുള്ളത്. ഇക്കാര്യങ്ങൾ വിശദമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് തൊട്ടു പുറകെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി ഇന്നലെ മുതൽ തന്നെ പ്രചാരണ പരിപാടികൾ എല്ലാം തന്നെ അദ്ദേഹത്തിലേക്ക് ഉപേക്ഷിച്ചിരുന്നു. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കാൻ. തീർച്ചയായും തൃശൂരിൽ നിന്നും സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി എത്തുമ്പോൾ ചിത്രം മാറുകയാണ്. വയനാട്ടിൽ നിന്നും മുഹമ്മദ് ഷഹീദ് ഒരിക്കൽ കൂടി ചേരുന്നു. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷഹീദിലേക്ക് ഞാൻ മടങ്ങിയെത്താം. തുഷാർ, അഭിനന്ദനങ്ങൾ. താങ്കൾ NDA സ്ഥാനാർത്ഥിയായി വയനാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ പങ്കുവെക്കുന്നു ഈ സന്തോഷം? ഇത് സർജിക്കൽ സ്ട്രൈക്കാണ്. പറഞ്ഞോളൂ. ഇത് ഒരു സർജിക്കൽ സ്ട്രൈക്കാ, അത്രേ ഉള്ളൂ. താങ്കളുടെ എതിരാളി അവിടെ രാഹുൽ ഗാന്ധിയാണ്. എങ്ങനെ കാണുന്നു ഈ മത്സരത്തെ? മത്സരത്തെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി മലയാളി എന്ന് പറയുന്നത് ഒരു കാരണവശാലും മറ്റൊരു രാജ്യത്തുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഞങ്ങളുടെ കാര്യം. ഇത് വെറുതെ പറഞ്ഞോളൂ തുഷാർ, കേൾക്കാം. ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് എന്നാണ് തുഷാർ പ്രതികരിച്ചത്. അമിത് ഷാ ഔദ്യോഗികമായാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് BDJS സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ പ്രഖ്യാപിച്ചത്. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഈ വിവരം അറിയിച്ചത്. വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥിയാകുമ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഷഹീദ് ചേരുന്നു വയനാട്ടിൽ നിന്നും. ഷഹീദ്, ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇത് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി നമ്മളോട് പ്രതികരിച്ചത്. വയനാട്ടിലെ ചിത്രം ഇപ്പോൾ എങ്ങനെയാണ്? അശ്വതി, രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയതോടുകൂടി രാഷ്ട്രീയ ചിത്രം തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്.
ഇടതുപക്ഷം ആ രീതിയിൽ വലിയ നേതാക്കന്മാരെ രംഗത്തിറക്കി പ്രചരണം, രാഹുലിനെതിരെയുള്ള ആക്രമണമൊക്കെ മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ NDA സ്ഥാനാർത്ഥിയും പ്രത്യേകിച്ചും BJPയുടെ തന്നെ ഒരു മുതിർന്ന നേതാക്കന്മാർ മത്സരത്തിന് എത്തണം എന്നൊരു ആവശ്യം BJP ക്യാമ്പുകളിൽ നിന്നും സജീവമായി ഉയർന്നിരുന്നു. പക്ഷേ ഈ സീറ്റ് നേരത്തെ വയനാട് രാഹുലൊക്കെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, അത്തരമൊരു ചർച്ച പോലും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ NDAയിൽ സീറ്റ് വിഭജനം നടത്തി വയനാട് സീറ്റ് നേരത്തെ BDJSന് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും സീറ്റ് കൈവശപ്പെടുത്താൻ തിരിച്ചു വാങ്ങാൻ BJPക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BDJS ആ സീറ്റ് വിട്ടുകൊടുക്കാനും അവർ തയ്യാറായില്ലായിരുന്നു. പക്ഷേ എങ്കിൽ സീറ്റ് നിങ്ങൾ കൈവശപ്പെടുത്തുകയാണെങ്കിൽ മുതിർന്ന നേതാക്കന്മാർ, അതായത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ വയനാട്ടിൽ മത്സരിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയായിരുന്നു. കാരണം നല്ലൊരു പോരാട്ടം വയനാട്ടിൽ കാഴ്ചവെക്കേണ്ടതുണ്ട്. കാരണം ദേശീയ തലത്തിൽ തന്നെ BJPയുടെ കടുത്ത എതിരാളിയായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി കരുത്തുറ്റതാകേണ്ടത് BJPയുടെ ആവശ്യമാണ്. ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരം അവിടെ കാഴ്ചവെക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നതും ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതും. അങ്ങനെ BJP ഏറ്റെടുക്കേണ്ടതില്ല, പകരം മുതിർന്ന നേതാവ് സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിക്കണമെന്ന് BJP നിർദ്ദേശിച്ചു. ഇത് പ്രകാരമാണ് ഇപ്പോൾ അമിത്ഷായുടെ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ശക്തമായ മത്സരത്തിന് വയനാട് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. രാഹുൽ കേന്ദ്രീകരിച്ച് ഇടതുപക്ഷം ശക്തമായ ആക്രമണവുമായി രാഷ്ട്രീയ പോരാട്ടവുമായി പ്രചരണ രംഗത്ത് സജീവമായിട്ടുണ്ടാകും. ഒപ്പം NDA ക്യാമ്പുകളും ഉണർന്ന് പ്രവർത്തിച്ച് മുതിർന്ന നേതാവ് BDJSന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ ഒരു കടുത്ത മത്സരം തന്നെയായിരിക്കും വയനാട് വേദിയാവുക. തീർച്ചയായും വയനാട്ടിലെ ചിത്രം വ്യക്തമാകുമ്പോൾ ഇനിയുള്ളത് തൃശൂർ സീറ്റാണ്. തൃശൂർ സീറ്റ് BJP ഏറ്റെടുത്തേക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സുവി വിശ്വനാഥനിലേക്ക് ഒരിക്കൽ കൂടി. സുവി, തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പോഴാണ് വയനാട്ടിലേക്ക് അദ്ദേഹം മാറുന്നത്, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം. ഇപ്പോൾ നിലവിൽ ആരാകും തൃശൂരിലെ NDA സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത്? അശ്വതി, തൃശൂരിലെ NDA സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ച് ഇപ്പോൾ അനിശ്ചിതാവസ്ഥയാണ്. ഈ സീറ്റ് BJPക്ക് വിട്ടു നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പാർട്ടിക്കിടയിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കണം NDA സ്ഥാനാർത്ഥി എന്ന് സംബന്ധിച്ച് നേരത്തെ മുതൽ തന്നെ. ശരി, സുവിയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കും എന്ന വാർത്ത പുറത്തു വരുമ്പോൾ എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ? അല്ല, ഇത് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. അതെ, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. അത് മിക്കവാറും തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും എന്ന്. തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ ഒരു പുതുമുഖമാണെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായ സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. അതോടൊപ്പം തന്നെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മകനും കൂടിയാണ്. ആ നിലയ്ക്ക് സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ വലിയ ശക്തി സംഭരിക്കാൻ കഴിവുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവിടെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ശ്രീ തുഷാർ വെള്ളാപ്പള്ളി എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ അമിത്ഷാ തന്നെ മുൻകൈയെടുത്ത് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. വയനാട്ടിലെ ഒരു സാധ്യത എത്രത്തോളമാണ് തുഷാർ അവിടേക്ക് എത്തുമ്പോൾ? അല്ല, വയനാട് അങ്ങനെ BJPക്കോ BDJSനൊന്നും വലിയ പ്രാബല്യമുള്ള ഒരു പ്രദേശമല്ല. വലിയ വോട്ടൊന്നും അവർക്ക് ഇതിനു മുമ്പ് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വലിയൊരു മത്സരം ഉണ്ടാക്കി എന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. അതായത് വയനാട് ജയിക്കാം എന്നുള്ള വ്യാമോഹമൊന്നും തുഷാർ വെള്ളാപ്പള്ളിക്കോ അല്ലെങ്കിൽ അമിത്ഷാക്കോ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയാകുമെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് ഷഹീദ് വയനാട് നിന്നും തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥും നൽകിയത്.